ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൊറിയ വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിപ്പോൾ നിൽക്കുന്നത് ഓട്ടോവേലാണ്. നമ്മുടെ കമ്പനിയിൽ നിന്ന് ഏകദേശം ഒരു 500 കിലോമീറ്ററിന് അപ്പുറത്താണ്. രാവിലെ 7:30 ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 2:30. കറക്റ്റായിട്ട് വലിയ കുഴപ്പമില്ലാതെ എത്തി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒട്ടും തിരക്കുണ്ടായില്ല. ആൾക്കാരുടെ ബാഗും സാധനങ്ങളൊന്നും മറന്നു വെച്ചിട്ടില്ല ഒന്ന് ചെക്ക് ചെയ്യണം ഈ സ്പോട്ടിൽ നിന്ന് ഇറങ്ങണേക്കാട് മുമ്പ്. ഭാഗ്യവശാൽ ആരും ഒന്നും മറന്നു വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ സേഫാണ്. നമ്മളിവിടെ നിന്ന് പോകുന്നു. ഇന്നത്തെ ഡ്യൂട്ടി എൻ്റെ തീർന്നു. എനിക്കിനി നാളെ രാവിലെ ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ ഇന്നിവിടെ ഓട്ടോയിൽ സ്റ്റേ ആണ് ഞാൻ. എനിക്ക് താമസിക്കാനുള്ള ഹോട്ടൽ ഇവിടുന്ന് ഒരു 22 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ദൂരമില്ല, ഇന്ന് ട്രാഫിക്കും ഇല്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഒണ്ടാരിയോയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പ്രൊവിൻസാണ് ക്യൂബക്ക്. ആ ക്യൂബക്കിൽ മോൺട്രിയൽ എന്ന് പറഞ്ഞ ഒരു മേജർ ടൗൺ ഉണ്ട്, സിറ്റിയാണ്. അങ്ങോട്ട് പോകുന്ന ബസ്സാണ് ഇത്, ഈ നീല ബസ്. സമയം 2:30 ആയതുകൊണ്ടേ വയറൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹോട്ടലിൽ പോയിട്ട് നമുക്ക് വേഗം കഴിക്കാം. നാളെ എനിക്ക് അസൈൻ ചെയ്തേക്കുന്നത് 2 ഡ്യൂട്ടിയാണ്. രാവിലെ എണീക്കണം. രാവിലെ 8 മണിക്ക് ഫസ്റ്റ് പിക്കപ്പാണ്. അത് ഈ ഓട്ടോവേ ഡൗൺ ടൗൺ ഉണ്ട്. ആ ഡൗൺ ടൗണിൽ പോയി ഹോട്ടലിൽ നിന്ന് ഗസ്റ്റിനെ പിക്ക് ചെയ്ത് കുറച്ച് ദൂരം അപ്പുറത്ത് മാറിയിട്ട് വേറെ ഹോട്ടലുണ്ട്, അവിടെ കൊണ്ട് അവരെ ഇറക്കണം. പിന്നെ കൊണ്ടുവിട്ട ആൾക്കാരെ റിട്ടേൺ എടുക്കണം ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക്. എന്നിട്ട് അവരെ പിക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മൾ 3:15 ആകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിച്ചു വരും. കുറച്ച് പാസഞ്ചറെ പിക്ക് ചെയ്ത് തിരിച്ച് ടൊറൻറ്റോയിലോട്ട് പോകണം. നമ്മളങ്ങനെ ഹോട്ടലിലെത്തി. നൈസൊരു പാർക്കിങ് ഫ്രണ്ടിൽ തന്നെ ഇടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഹാംപ്ടൺ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലാണ് പുറകിലുള്ളത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് പുറത്തോട്ട് പോകാനുള്ള ഡയറക്ഷനിൽ തന്നെ വണ്ടി തിരിച്ചിട്ടു. നാളെ രാവിലത്തേക്ക് നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് ഞാണ്ട ഫ്രണ്ടിലോട്ട് തന്നെ തിരിച്ചിട്ടു. ഈ വഴി അങ്ങ് ഇറങ്ങി പോയാൽ മതി. എനിക്ക് ആ വഴി ആ സിഗ്നലിൽ നിന്ന് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ ഡ്യൂട്ടിക്കുള്ള വകുപ്പായി. നമുക്കിനി നേരെ വണ്ടി പോസ്റ്റ് ട്രിപ്പ് ഇൻസ്പെക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ചെയ്യാം. ഇതേക്കണം ഹോട്ടൽ. ഞാൻ ആദ്യം പാർക്ക് ചെയ്ത പുറകെ എന്നായിരുന്നു, പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഈ പുല്ലിൻ്റെ അപ്പുറത്തെ ഭാഗം ആ ഹോളിഡേ ഇന്നിൻ്റെ ആൾക്കാരുടെയാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം എന്നാണ് ഈ ഹോട്ടലുകാരുടെ. നല്ല വൈബ് ദിവസം കേട്ടോ. നല്ല വെളിച്ചമുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഓഫ് ചെയ്യട്ടെ. ലോ ഐഡിൽ ലൈറ്റ്സ് ഓഫ്, ന്യൂട്രൽ പാർക്കിംഗ് അല്ലേ, അതെ. ലൈറ്റ്സ് റീഡിങ്, ലൈറ്റ്സ് ഓഫ്, ബാക്കി ലൈറ്റ്സൊക്കെ ഓഫ്. ലോ ഐഡിൽ AC ബ്ലോവർ ഓഫ്, ബാഗേജ് ലൈറ്റ് ഓഫ്, ബാഗേജ് കമ്പാർട്ട്മെൻറ്റ് ലോക്ക്, ബാക്കിയെല്ലാം ഓക്കെ. ഇനി ഡീസൽ അടിക്കേണ്ട ആവശ്യമില്ല. 3/4 ടാങ്ക് ഡീസലുണ്ട്. പകുതിക്ക് മേലെ ഡെഫുണ്ട്. നാളത്തെ ട്രിപ്പ് പോകാനായിട്ട് ഇത് മതിയാവും. നമ്മൾ മൊത്തം നമ്മുടെ വണ്ടി ഓടിയേക്കുന്നത് 37,181 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലാസ്റ്റത്തെ പാസഞ്ചേഴ്സ് ഇറങ്ങി പോയിട്ട് കുറേ ഗാർബേജൊക്കെ ഞാൻ വാരിയിലിട്ട്. ഇനി കുറച്ചും കൂടി പുറകെയുണ്ട്, അതും കൂടി എടുത്ത് വെച്ച് നമുക്ക് പോവാം. വണ്ടിയുടെ ഉൾഭാഗമൊക്കെ ക്ലീനാണ് കേട്ടോ, കച്ചറയൊന്നും ഇല്ല. ഫ്ലോറും പൊടിയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഏത് റൂമായിരിക്കും എനിക്ക്? ഹാംപ്ടൺ ഇൻ ബൈ ഹിൽട്ടൺ. ആയി ഇന്ന് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇത് ഹാംപ്ടൺ, ഇത് ഹോളിഡേ ഇൻ. വണ്ടി സേഫ്. ഈ വണ്ടിയുടെ 4 ഭാഗത്ത് ഫോട്ടോസൊക്കെ പോയി എടുക്കട്ടെ, എന്നിട്ട് വേണം പോകാൻ. അങ്ങനെ വണ്ടിയുടെ എല്ലാ ഡോറും ലോക്ക് ചെയ്ത് ബാറ്ററിയൊക്കെ ഓഫ് ചെയ്ത് എല്ലാം സേഫാക്കി എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി റൂമിൽ പോകാം. അതൊക്കെ ഗുഡ് ലൈഫ് ജിമ്മിൻ്റെ ബാഗാട്ടോ. മെമ്പർഷിപ്പ് എടുത്ത് 2 ദിവസം പോയി, 4 മാസത്തെ പൈസ കൊടുത്തു, ക്യാൻസൽ ചെയ്തു. ഓക്കെ, 6ാമത്തെ ഫ്ലോറിൽ റൂം കിട്ടി, 617. ഓക്കെ, എവിടെ 617? 609 19 ഇവിടേക്ക്. യെസ്, 10 11 12 13 14 15 17 12B സ്കൈലൈൻ. അറിയാത്തോട്ട് കയറി നോക്കാം. തുറക്കും മോനെ.
ബാഗ് എടുത്തില്ല, സോറി പ്ലീസ്. ഹായ്, ഞാനാണേ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ല സൗകര്യമുണ്ട്, ടി വി ഉണ്ട്. അത് തന്നെ ഫുഡ് കഴിക്കാം നമുക്ക്. അയ്യോ, ഒന്ന് കുളിച്ചിട്ട് വരാം അല്ലേ? കുളിച്ചിട്ട് വന്ന് ഫുഡ് കഴിക്കണമല്ല എൻ്റെ ഒരു മര്യാദ. കുറേ വെള്ളമുണ്ട്. ചോറ്, പിന്നെ അച്ചിങ്ങപ്പയർ, ടൂണ, അതിൻ്റെ അടിയിൽ ചമ്മന്തിപ്പൊടി. തകർത്ത് ഞാൻ. ഇവിടെ ഒരു ഓവനും ഉണ്ട്, സന്തോഷമായി. ചൂടാക്കി കഴിക്കാം. കിടിലൻ വ്യൂ. ഓക്കെ, അവിടെ ഒരു AW ഉണ്ട്. നൈറ്റ് രാത്രിയിലത്തെ ഡിന്നർ നമുക്ക് അവിടെ നിന്നാക്കാം. AW ബർഗർ കിട്ടും, അത് മതി. പിന്നെ 2 കിലോമീറ്റർ നടക്കാൻ പുറത്തോട്ട് പോയാൽ അവിടെ ഒരു ഷവർമ്മ കട ഞാൻ കണ്ടായിരുന്നു. ഈ ഭാഗത്ത് എന്താ ഉള്ളത്? കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, സൂം ചെയ്തത്. എനിക്കത് മനസ്സിലാവണം കടയുടെ പേരുകളൊന്നും. നമ്മുടെ ബസ് ഇരിക്കണമെങ്കിൽ ഏട്ടാ ഭീകരാ. ചേട്ടൻ ഇവിടെ ഉണ്ടേ, ചേട്ടൻ നോക്കാട്ടോ, എപ്പോഴെപ്പോൾ വന്ന് നോക്കാം. അങ്ങനെ റൂമിലെത്തി. ഇന്ന് സുഖമായിട്ട് ഞാനൊരു ഉറക്കം ഉറങ്ങി. എൻ്റെ രാവിലത്തെ പിക്കപ്പ് 8 മണിക്കാണ്. 8 മണിക്കൊരു പിക്കപ്പ്, അതൊരു 8:30 ആകുമ്പോഴേക്കും തീരും. അവർ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്ത് അവരുടെ കോൺഫറൻസ് എന്താ പോകുക, അവിടെ പോയി ഇറക്കണം. അത് കഴിഞ്ഞിട്ട് സെയിം ആൾക്കാർ ഒരു 12 മണിക്ക് ചെന്നിട്ട് അവിടെ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് ഹോട്ടലിൽ കൊണ്ടാക്കണം. അതിനുശേഷം ഒട്ടാവയിൽ നിന്നും ടൊറൻറ്റോയിലോട്ടുള്ള ഞങ്ങളുടെ കമ്പനിയുടെ ലൈൻ റൺ 6-7 സ്റ്റോപ്പ് ഉണ്ട് ഇടയിൽ. 500 കിലോമീറ്റർ അടുത്തുണ്ട്. അത് 3 മണിക്ക് തുടങ്ങും. രാത്രി ഒരു 9:30 ആകുമ്പോഴേക്കും നമ്മൾ യാട്ടിലെത്തും. നാളെ വലിയ ഡേ ആട്ടെ. നമ്മൾ കുളിക്കട്ടെ. എവിടെ എൻ്റെ ഫുഡ്? അങ്ങനെ ചൂടായി. അച്ചിങ്ങപ്പയറുണ്ട് മോനെ. എൻ്റെ ഇടയിൽ കറുത്തിരിക്കണണ്ട, നല്ല കിടലൻ ചമ്മന്തിപ്പൊടി. ഓ ഗോഡ്, സമയോട്ടും കളയാനില്ല. ഓ മൈ ഗോഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, മനസ്സ് നിറഞ്ഞു, വയറ് നിറഞ്ഞു. ഒരു ചെറിയ പവർ നാപ്പ് എടുക്കട്ടെ. 4:30 സമയം. കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഇനി ചെയ്യാം. അത് കഴിഞ്ഞ് വൈകിട്ട് ഞാൻ TV ഒക്കെ കണ്ടു കഴിഞ്ഞ് ഒന്ന് നടക്കാനൊക്കെ പോയിട്ട് ശരിക്കുള്ള ഉറക്കം ഉറങ്ങാം. ഞാൻ ഒരു നാപ്പ് എടുക്കാൻ വേണ്ടി ഉറങ്ങിയ കേട്ടോ. പക്ഷെ ഉറങ്ങിയിട്ട് ഒരു 3 മണിക്ക് ഉറങ്ങി. ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം സമയം 8 മണിയായി രാത്രി. ബസ് പറയുന്നുണ്ട്, ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ കാണിക്കാനായിട്ട് അങ്ങനത്തെ ഒരു സ്ട്രീറ്റ് അല്ല ഇത്. പക്ഷെ ഒന്ന് നടക്കണം, ഭയങ്കര സുഖം ഉണ്ടാവില്ല. രാത്രിത്തേക്കുള്ള ഡിന്നർ ഈ AW മേടിച്ചു. 2 ബർഗർ മേടിച്ചു. അത് മതിയാവും രാത്രിത്തേക്ക്. അങ്ങനെ അതും തൂക്കിക്കൊണ്ട് ഞാൻ നേരെ റൂമിലോട്ട് കടന്നു. ഇച്ചിരി നേരം TV കണ്ടുവച്ച് ഇന്ന് കിടന്നുറങ്ങണം. അങ്ങനെ ഈ വീഡിയോ ഇവിടെ തീരുന്നു. പുതിയ വീഡിയോ ആയിട്ട് കുറേ വ്ളോഗ്സ് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.